ഞങ്ങളങ്ങനെ ഡേ 3 സിംഗപ്പൂർ ടൂറ്. ഞങ്ങൾ രാവിലെ തന്നെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് പലതരം ഐറ്റംസ് ഉണ്ടായിരുന്നു. സിംഗപ്പൂർ ഐറ്റംസും പിന്നെ നമ്മുടെ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ്, ഇന്ത്യൻ ഐറ്റം, ഇഡ്ഡലി ചട്നി ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ കേബിൾ കാർ സ്റ്റേഷനിലോട്ടേക്ക് പോയി. മൗണ്ട് ഫാബർ കേബിൾ കാർ സ്റ്റേഷനിലോട്ടേക്കാണ് ഞങ്ങൾ പോയത്. അതിൽ തുറക്കുമോ? ഇല്ല. മൗണ്ട് ഫാബർ കേബിൾ കാർ സ്റ്റേഷനിൽ അങ്ങനെ നമ്മൾ എത്തിയപ്പം ഇവിടെ നമുക്ക് വോളിൽ ഇവർ കേബിൾ കാറിൻ്റെ തന്നെ പല ജനറേഷൻസ് എങ്ങനെ പഴയ കേബിൾ കാർ ജനറേഷനിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് കേബിൾ കാർ ജനറേഷനിലോട്ടേക്ക് എത്തി എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി വോളിൽ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വായിച്ച് കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഞങ്ങൾ കേബിൾ കാറിൻ്റെ അങ്ങോട്ടേക്ക് പ്രൊസീഡ് ചെയ്തു. ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടും സിംഗപ്പൂർ സിറ്റിയിൽ. നമ്മുടെ സിംഗപ്പൂർ ഫ്ലൈറ്റിലുള്ള അത്ര വ്യൂ ഒന്നുമല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടി ഗ്രീനറി പതിപ്പിച്ചൊരു വ്യൂ കിട്ടും. പിന്നെ ഇതാണ് ഏകദേശം മാപ്പ്. ആക്ച്വലി സിംഗപ്പൂർ കേബിൾ കാർ സ്റ്റേഷൻ 2 ലൈനാണ് ഉള്ളത്, മൗണ്ട് ഫാബർ ലൈനും സെൻറ്റോസ ലൈനും. നമ്മൾ മൗണ്ട് ഫാബർ ലൈനിൽ നിന്ന് മൗണ്ട് ഫാബർ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് സെൻറ്റോസ സ്റ്റേഷൻ വരെയാണ് ഇപ്പോൾ പോകുന്നത്. അവിടുന്ന് പിന്നെ ഒരു 5 മിനിറ്റ് വാക്കുണ്ട് അടുത്ത കേബിൾ കാർ ലൈനിലോട്ടേക്ക്. അപ്പോൾ ഇപ്പോൾ ആദ്യം നമ്മൾ മൗണ്ട് ഫാബർ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ സെൻറ്റോസ സ്റ്റേഷൻ വരെ പോവുക. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു ഹാർബർ ഫ്രണ്ട് സ്റ്റേഷൻ ഉണ്ട്, പക്ഷെ അവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ സെൻറ്റോസ ഐലൻഡിലാണ് പോകേണ്ടത്. അപ്പോൾ സെൻറ്റോസ സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടെയാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻസ് ഉള്ളത്.
സെൻറ്റോസ സ്റ്റേഷൻ. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് നമുക്കിവിടെ 1-2 അട്രാക്ഷൻസ് ഉണ്ട്. ഒന്ന് നമ്മുടെ മഡാം തുസാഡ്സ് വാക്സ് മ്യൂസിയം. അപ്പം ഈ സെൻറ്റോസ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് വഴിയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് തിരിച്ചങ്ങോട്ട് പോകും, അതാണ് കാലിയാകുന്നത്, മനസ്സിലായോ? ഈ ഇവിടുന്ന് നേരെ ഒരു ഗിഫ്റ്റ് ഷോപ്പിലോട്ട് വന്നിട്ട് ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഇത് സെൻറ്റോസ സ്റ്റേഷൻ നേരെ നമ്മൾ ഈ മദാം തുസാഡ്സ് വാക്സ് മ്യൂസിയം 10 മണിക്ക് തുറക്കും. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ സം ടൈം. എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറിയത്. ഈ മാപ്പ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. സോ അതിൻ്റെ സിംപ്ലിഫൈഡ് വേർഷനാണ് ഞാൻ മുന്നേ കാണിച്ചു തന്നത്. ആ സെൻറ്റോസ ലൈനും മൗണ്ട് ഫേബർ ലൈനും. സെൻറ്റോസ ലൈനിൽ ഇന്ത്യ ലുക്കൗട്ട് സ്റ്റേഷനിലോട്ടേക്ക് നമുക്ക് പോകണം. അപ്പം അതിൻ്റെ ഡയറക്ഷൻസ് നമുക്ക് സെൻറ്റോസ സ്റ്റേഷനിൽ നിന്ന് തന്നെ കിട്ടും. ആദ്യം സെൻറ്റോസ ഇറങ്ങി മദാം തുസാഡ്സ് കഴിഞ്ഞിട്ട് ഇന്ത്യ ലുക്കൗട്ട് സ്റ്റേഷനിലോട്ടേക്ക് പോവുക, കേബിൾ കാർ സ്റ്റേഷനിലോട്ടേക്ക് പോവുക. പോകേണ്ട വഴിയാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത്. ഇങ്ങോട്ട് ഹലോ. നമ്മളങ്ങനെ ഇന്ത്യ ലുക്കൗട്ട് സ്റ്റേഷനിലെത്തി. അവിടുന്ന് നമുക്ക് സെൻസറി സ്കേപ്പ് സ്റ്റേഷനിലാണ് പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, സീ അക്വാറിയം അതെല്ലാം ഉള്ളത്. അപ്പം ആദ്യം നമ്മൾ സെൻസറി സ്കേപ്പ് സ്റ്റേഷനിലോട്ടേക്ക് പോകും. അവിടുന്ന് പിന്നെ ഒരു മോണോറെയിൽ കാണിച്ചു തരാം. സോ അത് നമുക്ക് സെൻസറി സ്റ്റേഷനിലോട്ടേക്ക് സെൻസറി സ്കേപ്പ് സ്റ്റേഷനെത്തി. അവിടുന്ന് ഇറങ്ങി കുറച്ചൊന്ന് നടന്നാൽ തന്നെ നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ, അതായത് നമ്മുടെ മോണോ റെയിലിൻ്റെ സ്റ്റേഷനിലോട്ടേക്ക് നമ്മൾ പോകുക. കേബിൾ കാർ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ എക്സ്പ്രസ് സ്റ്റേഷൻ കാണും. അവിടെ നമ്മുടെ മോണോ റെയിലുള്ളത്. അപ്പോൾ എന്നിട്ട് ആ ട്രെയിൻ എടുത്തിട്ട് നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് ഇരിക്കുന്ന ആ സ്റ്റേഷൻ്റെ അവിടെ പോകണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം.
ഇത് ക്വൈറ്റ് കൺഫ്യൂസിങ് ആണ്, പക്ഷെ നമ്മൾ വഴിയൊന്ന് പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളങ്ങനെ ട്രെയിൻ കയറാൻ ഇമ്പിയ എക്സ്പ്രസ് സ്റ്റേഷൻ്റെ അവിടെ എത്തി. എക്സ്പ്രസ് സ്റ്റേഷൻ്റെ പേര് ഇമ്പിയ എന്നാണ്. മറ്റേത് കേബിൾ കാർ സ്റ്റേഷനായിരുന്നു, ഇത് എക്സ്പ്രസ് സ്റ്റേഷൻ, അതായത് ട്രെയിനിൻ്റെ സ്റ്റേഷൻ. ഓക്കെ, അത് ഇമ്പിയ എക്സ്പ്രസ് സ്റ്റേഷനാണ്. ഇവിടുന്ന് ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് ഉള്ള സ്ഥലത്തോട്ടേക്ക് പോകാൻ പോകുന്നത്. നമുക്ക് ഇമ്പിയ സ്റ്റേഷൻ കഴിഞ്ഞ് റിസോർട്ട്സ് വേൾഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിലോട്ടേക്കാണ് പോകേണ്ടത്. അത് അവിടെ ഒരു കറക്റ്റ് ഏത് സൈഡിലാണ് ട്രെയിൻ വരുന്നതെന്നുള്ളത് അവിടെ ഒരു വാച്ച്മാൻ നിൽക്കുന്നുണ്ടാവും, അവരോട് ചോദിച്ചാൽ മതി. പിന്നെ ട്രെയിനിലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും ഓരോ സ്റ്റേഷനിലുള്ള മെയിൻ അട്രാക്ഷൻസ് അല്ലെ സ്ഥലങ്ങൾ ഏതെല്ലാം എന്നുള്ളത് ആ ട്രെയിനിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വേണ്ട സ്ഥലത്തോട്ടേക്ക് പോകാം. ട്രെയിൻ ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ നോക്കി ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. നമ്മൾ റിസോർട്ട്സ് വേൾഡ് സ്റ്റേഷനിലെത്തി, അവിടെ ഇറങ്ങി. ഇനി നമുക്ക് ഇവിടെയുള്ള അട്രാക്ഷൻ യൂണിവേഴ്സൽ സ്റ്റുഡിയോ, സീ അക്വേറിയം, ഇതെല്ലാമാണ് മെയിൻ അട്രാക്ഷൻസ്. അപ്പം നമ്മളാദ്യം സീ അക്വേറിയം കാണാൻ വേണ്ടി പോയി, പിന്നെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലോട്ടേക്ക് പ്രൊസീഡ് ചെയ്തു. സോ ബേസിക്കലി നമ്മൾ കേബിൾ കാർ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ 2 ലൈനാണ് ഉള്ളത്. ഒന്ന് മൗണ്ട് ഫാബർ ലൈനും പിന്നെ ഒന്ന് സെൻറ്റോസ ലൈനും. ഈ മൗണ്ട് ഫാബർ ലൈനിൽ നിന്ന് സെൻറ്റോസ സ്റ്റേഷൻ വരെ നമ്മൾ കേബിൾ കാർ പിടിച്ച് വന്നു. പിന്നെ സെൻറ്റോസ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ഇമ്പിയ ലുക്കൗട്ട് സ്റ്റേഷനിലോട്ടേക്ക് ഒരു 5 മിനിറ്റ് വാക്ക്. ഇമ്പിയ ലുക്കൗട്ട് സ്റ്റേഷനിൽ നിന്ന് പിന്നെ നമ്മൾ സെൻസറി സ്കേപ്പ് സ്റ്റേഷൻ വരെ വന്നു. അതാണ് സെൻറ്റോസ ലൈനിലുള്ള സ്റ്റേഷൻസാണ് ഇമ്പിയ ലുക്കൗട്ട് സ്റ്റേഷനും സെൻസറി സ്കേപ്പ് സ്റ്റേഷനും. സെൻസറി സ്കേപ്പ് സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് പിന്നെ കുറച്ച് നടന്ന് നമ്മൾ ഈ എക്സ്പ്രസ് ട്രെയിൻ പിടിക്കാൻ വേണ്ടി, ഫ്രീ ആണ്, അതിന് ടിക്കറ്റൊന്നുമില്ല, ആ ട്രെയിൻ പിടിക്കാൻ വേണ്ടി നമ്മൾ ഇമ്പിയ സ്റ്റേഷനിൽ വന്നു. ഇത് വളരെ കൺഫ്യൂസിങ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരുന്നത്. ഇമ്പിയ സ്റ്റേഷൻ വന്നിട്ട് ഇമ്പിയ സ്റ്റേഷനിൽ നിന്ന് പിന്നെ റിസോർട്ട്സ് വേൾഡ് സ്റ്റേഷനിലോട്ടേക്ക് നമ്മൾ വന്നു. സോ ബേസിക്കലി അങ്ങനെ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പം യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കാണുന്ന ഈ മെർലയണാണ് സ്റ്റേഷനാണ് സെൻസറി സ്കേപ്പ് സ്റ്റേഷൻ.